ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 2 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ശ്രദ്ധിക്കാം. ഹബക്കൂക്ക് ചാപ്റ്റർ 2 and verse 2 to 20. God's response to Habakkuk. ഹബക്കൂക്കിൻ്റെ 2-ാമത്തെ പ്രാർത്ഥനയോടുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഒരു കൽപ്പനയോട് കൂടിയിട്ടാണ് ഈ സെക്ഷൻ ആരംഭിക്കുന്നത്. ആ കൽപ്പന എന്താണെന്നുള്ളത് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് വായിക്കാം. 2-ാമത്തെ വാക്യം. ഓക്കെ, ദൈവം പറയാൻ പോകുന്ന കാര്യം ഒരു പലകയിൽ എഴുതണം. എന്ന് വെച്ചാൽ മായ്ക്കാൻ പറ്റാത്ത തലത്തിൽ ആയിരിക്കണം ഹബക്കൂക്ക് ഇത് എഴുതേണ്ടത്. ബാബിലോണിൻ്റെ അന്ത്യത്തെ പറ്റിയാണ് ഈ ഒരു സന്ദേശം, അതിൻ്റെ ഉള്ളടക്കവും. ദൈവം പറയുന്ന ഈ കാര്യം അത് സംഭവിക്കുക തന്നെ ചെയ്യും. God reinforces his truthfulness as he earlier told of the punishment falling on the nation of Judah. യഹൂദദേശത്തിന് മുകളിൽ ദൈവം കൊണ്ടിരുന്ന ആ ശിക്ഷാവിധിയെ പറ്റി ദൈവം പറഞ്ഞപ്പോൾ ദൈവം തൻ്റെ സത്യസന്ധത അവിടെ വെളിപ്പെടുത്തിയിരുന്നു. ആൻഡ് ഇൻ ദിസ് റെവലേഷൻ ദെയർ മൈറ്റ് ബി എ ഡിലേ. ഒരു വൈകിക്കൽ ഈ ഒരു സന്ദേശത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ നിവൃത്തിയിൽ ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷേ ഹബക്കൂക്കിനോട് ദൈവം പറയുന്നത് അതിനായിട്ട് കാത്തിരിക്കണം, ടു വെയിറ്റ് ഫോർ ഇറ്റ്. He is never to think that God's program will be aborted. ദൈവം ബാബിലോണിനെ പറ്റി പറയാൻ പോകുന്ന കാര്യം അത് വൈകും തോറും അത് ദൈവം നീക്കി മാറ്റി എന്നുള്ള ചിന്ത ഹബക്കൂക്കിന് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ദൈവം ഹബക്കൂക്കിനോട് പറയുന്നത്. ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ബാബിലോണെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹൗ ഇസ് ബാബിലോൺ പ്രസൻറ്റഡ്? Babylon is personified and talked of in ways that individuals function. വ്യക്തികൾ എപ്രകാരമാണ് ഇടപെടുന്നത്, സംസാരിക്കുന്നത്, പെരുമാറുന്നത്, അതുപോലെയാണ് ബാബിലോണിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. This portrayal starts by describing Babylon as greedy and arrogant, puffed up about his accomplishments. തൻ്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കുന്ന സ്വാർത്ഥനായ അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ബാബിലോണിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. His greed is seen in the fact that his desires are not right and his greed is like a grave. ഈ സ്വാർത്ഥത എത്രത്തോളം അപകടകാരിയാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ മതി. ബാബിലോണിൻ്റെ സ്വാർത്ഥതയെ ഒരു ശവക്കല്ലറയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബാബിലോണിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊന്നും നേരായതല്ല എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ദിസ് ഗ്രീഡ് ആൻഡ് ആരഗൻസ് ലീഡ്സ് ഹിം ടു ഗ്യാദർ all nations to himself and make them captive. ഈ സ്വാർത്ഥതയും അഹങ്കാരവുമാണ് മറ്റ് രാജ്യങ്ങളെ ബന്ദിയാക്കുവാനും അവരെ തന്നിലേക്ക് കൊണ്ടുവരാനുള്ള ബാബിലോണിൻ്റെ ക്രിയയുടെ പിന്നിലെ വികാരം. വൈ ഡസ് ബാബിലോൺ ബിഹേവ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് ബാബിലോൺ എന്ന ദേശം ഇങ്ങനെ പെരുമാറുന്നത്? വൈൻ ബിട്രേസ് ഹിം. 5-ാമത്തെ വാക്യം, അതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്താ നമ്മൾ കാണുന്നത്? വീഞ്ഞ് ബാബിലോണിനെ ചതിക്കുന്നു. Just like a person's mind is clouded by the delusion that intoxication brings, Babylon has a clouded mind which results in a false fear about themselves. വീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുന്ന ഒരു വ്യക്തിയുടെ സുബോധം നഷ്ടപ്പെടുന്നത് പോലെ അപ്രകാരം തന്നെയാണ് ബാബിലോണിൻ്റെ സുബോധവും. അവർക്ക് അവരെപ്പറ്റിയുള്ള യാഥാർത്ഥ്യം അവർ മറന്നുപോവുകയും അവരെപ്പറ്റി തെറ്റായിട്ടുള്ളൊരു ധാരണയുടെ പുറത്താണ് അവർ ജീവിക്കുകയും ചെയ്യുന്നത്. They think about themselves as invincible and undefeatable. പരാജയം അറിയത്തേയില്ല, എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ ജീവിക്കുന്നത്. In this text, there are 5 woes pronounced on Babylon by God in this answer. ഈ ഒരു ഉത്തരത്തിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്ന 5 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഒന്നാമതായിട്ട് നമുക്ക് ഒൻപതാമത്തെ വാക്യം, ഒൻപതിന് മുമ്പ് അയ്യോ കഷ്ടം എന്നുള്ളതിൻ്റെ ഒരു വാക്കുണ്ട്. യെസ്, വേഴ്സ് 6, 6ാമത്തെ വാക്യം നോക്കാം. ഒന്ന് വായിക്കാം, 6ാമത്തെ വാക്യം. അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശ്യവും അവനെക്കുറിച്ച് പരിഹാസമുള്ളൊരു പഴഞ്ചൊല്ലിനെ ചൊല്ലി തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയാൻ പണ്ടം ചുമന്ന കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം എന്ന് പറയുകയോ. ഓക്കെ, മോഷ്ടിക്കപ്പെട്ട സാധനങ്ങളെ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് മറ്റുള്ളവരെ പീഡിപ്പിച്ച് അതിലൂടെ സമ്പത്ത് കണ്ടെത്തുന്ന ഈ കൂട്ടത്തിന് അയ്യോ കഷ്ടം. Piling up of stolen goods is the violation of the 8th commandment. മോഷ്ടിക്കരുത് എന്നുള്ള ആ 8ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് നമ്മളിവിടെ ഇവിടെ കാണുന്നത്. ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ബാബിലോൺ ചെയ്യുന്നത്? അവരുടെ സ്വാർത്ഥതയും അഹങ്കാരവും നിമിത്തം. And it leads them to threaten others and forcefully grab their wealth. ഈ അഹങ്കാരവും ഈ സ്വാർത്ഥതയും നിമിത്തം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ സമ്പത്തിനെ ബലാത്കാരമായിട്ട് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മളിവിടെ കാണുന്നത്. And the retaliation for that, അതിനുള്ള പ്രതികാരം എന്താണ്? Because Babylon has plundered many nations, people who are left will plunder Babylon. ബാബിലോൺ ഇപ്രകാരം മറ്റുള്ള രാജ്യങ്ങളോട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ബാക്കി വന്നവർ ബാബിലോണെ ഇപ്രകാരം ചെയ്യും, അവരോട് ഇങ്ങനെ ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്ന വസ്തുത 9ാമത്തെ വാക്യത്തിലാണ്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം 8ാമത്തെ വാക്യത്തിലുണ്ട് കേട്ടോ. ഇവിടെ 9ാമത്തെ വാക്യത്തിൽ അനീതിയിലൂടെ സമ്പാദിച്ച സമ്പത്ത് ഉപയോഗിച്ച് ഭവനങ്ങളെ പണിയുന്നവർക്ക് അയ്യോ കഷ്ടം. എന്നിട്ട് അവർ ചെയ്തതിൻ്റെ ഭവിഷ്യത്തിൽ നിന്നും സുരക്ഷ കണ്ടെത്താൻ നോക്കുന്നവരാണ് ഇവർ. God uses the metaphor of a bird trying to find its safety on building a nest as high as it can. ഒത്തിരി ഉയരത്തിൽ ഒരു കൂട് കൂട്ടുന്ന ഒരു പക്ഷിയുടെ ഒരു ഉപമയാണ് ഇവിടെ ദൈവം ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ എത്ര ഉയരത്തിൽ സുരക്ഷ നോക്കി പോയാലും ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഇവരെ പിന്തുടരുക തന്നെ ചെയ്യും. This woe is pronounced because gain from injustice happened because of the ruin of many people. അനേകം പേരുടെ നാശത്തിന് കാരണമായി തീർന്നു ഇവരുടെ അനീതി നിമിത്തം. അതുകൊണ്ട് തന്നെയാണ് ഈ അയ്യോ കഷ്ടം എന്നുള്ളൊരു വാചകം ഇവിടെ പറയുന്നത്. This is illegally grabbing what belongs to others and using it to advance oneself. സമ്മതമില്ലാതെ മറ്റുള്ളവരുടെ മുതലിനെ അപഹരിച്ചിട്ട് തന്നെത്താൻ ഉന്നമനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പ്രവണത. അതിന് പ്രതികാരമായിട്ട് എന്താ നമ്മളിവിടെ കാണുന്നത്? വാട്ട് ബാബിലോൺ ബിൽറ്റ് is going to testify against itself. The tears of many beckon justice against Babylon. ബാബിലോൺ പണിഞ്ഞ കാര്യങ്ങളെല്ലാം ഒടുവിൽ അവർക്കെതിരെ തന്നെ സാക്ഷ്യം പറയും. അനേകം പേരുടെ കണ്ണീരിന് അവർ ഉത്തരം പറയേണ്ടി വരും. Now the next pronouncement of vow is seen in verse 12. 12ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്ന അടുത്ത അയ്യോ കഷ്ടപ്രയോഗം. വായിച്ചേ. ഓക്കെ, രക്തച്ചൊരിച്ചിൽ ചെയ്യുന്നതിലൂടെ അവരുടെ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിച്ച ബാബിലോണിന് അയ്യോ കഷ്ടം. 6ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് നാം ഇവിടെ കാണുന്നത്. The 6th commandment is being violated. നമ്മൾ 17ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ലബനോനിനോട് ചെയ്ത ആ ഒരു വയലൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? 17ാമത്തെ വാക്യം വായിച്ചേ. മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിൻ്റെ സകല നിവാസികളോട് ചെയ്ത സാഹസവും ഹേതുവായി ലബാനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പീഡിപ്പിച്ച സംഹാരവും നിന്നെ പോകും. ഓക്കെ, ഇവരുടെ സാഹസത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ വഴി ഒന്ന് നോക്കിയാൽ അത് കേവലം മനുഷ്യരോട് മാത്രമല്ല ഇവരുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ക്രോധം കാണിക്കുന്നത്.
നിലങ്ങളും പട്ടണങ്ങളും മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിൻ്റെ മേലും അവരുടെ സാഹസം അവിടെ നോക്കിക്കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിയോട് യാതൊരു കരുണയുമില്ലാതെയാണ്, വളരെ ബ്രൂട്ടലായിട്ടാണ് ഇവരെല്ലാത്തിനോടും ഇടപെടുന്നത്. ഇതാണ് ബാബിലോണെ പറ്റിയുള്ള ഈ മൂന്നാമത്തെ അരുളപ്പാട്. അതിനുള്ള പ്രതികാരമായിട്ട് എന്താണ് ഇവിടെ പറയുന്നത്? വാട്ട് എവർ വാസ് അച്ചീവ്ഡ് ത്രൂ ബ്രൂട്ടൽ കോൺക്വസ്റ്റ് ഇസ് ഓൺലി ഫ്യൂവൽ ഫോർ ദ ഫയർ. ഇവർ സമ്പാദിച്ചു കൂട്ടുന്ന, ഇത്രയും ഹിംസ കാണിച്ച് സാഹസം കാണിച്ച് സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും അവസാനം തീയിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇറ്റ് ഡസൻറ്റ് ലാസ്റ്റ് ഫോർ എവർ. അത് എന്നേക്കുമായിട്ട് നിൽക്കത്തില്ല. ഇറ്റ് ഈസ് കമ്പസ്റ്റബിൾ, ചാമ്പലായി പോകും. All the things that Babylon gained through ungodly and illegal means will be destroyed. അവിഹിതവും നിയമലംഘനമായിട്ട് ബാബിലോൺ നേട്ടമുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും. വൈ ഈസ് ദാറ്റ് സോ? എന്തുകൊണ്ടാണത് അങ്ങനെയാവുന്നത്? ഈ ചാമ്പലാകുന്ന കാര്യം 13ാമത്തെ വാക്യത്തിലുണ്ട്. അതിൻ്റെ കാരണമാണ് 14ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. The earth will be filled with the knowledge of the glory of God as waters cover the sea. അതൊന്ന് വായിക്കാമോ? 14ാമത്തെ വാക്യം. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. Okay. This is a figure of speech used to communicate the fact that every place will reflect the glory of the Lord, an agenda that God had when He created everything. ഇതെല്ലാം നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഭൂമിയിൽ അനീതിയല്ല എല്ലാ കാലത്തും നിൽക്കേണ്ടത്, ദൈവത്തിൻ്റെ മഹിമയാണ്. അതുകൊണ്ട് മാത്രമാണ് അനീതിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുന്നത്. ബാബിലോൺസ് വയലൻസ് ടു അതേഴ്സ് വിൽ ബി റീവിസിറ്റഡ് ഓൺ ദം. ബാബിലോൺ മറ്റുള്ളവരുടെ മേൽ ചെയ്ത സാഹസം ഒരിക്കൽ അവരുടെ മേൽ തന്നെ വന്നിരിക്കും. ദിസ് ഇസ് റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ബൈ ഗോഡ്. പ്രതികാരം ചെയ്യുന്ന ദൈവത്തിൻ്റെ നീതിയാണിത്. കൈക്ക് പകരം കൈ, കണ്ണിന് പകരം കണ്ണ് എന്ന് ദൈവമായിട്ടാണ് അത് സ്ഥാപിച്ചെങ്കിൽ അത് ദൈവം തന്നെ ചെയ്തിരിക്കും. ദിസ് ഇസ് ബിക്കോസ് ഗോഡ് സീസ് എവറി വയലൻസ് ഡൺ ആൻഡ് വിൽ റീപേ എവറിത്തിങ്. എല്ലാ സാഹസങ്ങളും ദൈവം കാണുന്നുണ്ട്. അതിനുള്ള പരിഹാരവും പ്രതികാരവും ദൈവം തന്നെ ചെയ്തിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് 15ാമത്തെ വാക്യത്തിൽ കാണുന്ന അടുത്ത അയ്യോ കഷ്ടം എന്നുള്ള പ്രയോഗം കാണാം. 15ാമത്തെ വാക്യം. ഓക്കെ. ബാബിലോണിൻ്റെ മേലുള്ള ഈ ഒരു അയ്യോ കഷ്ട പ്രയോഗം എങ്ങനെയാണ്? മറ്റുള്ളവരെ വീഞ്ഞു കൊടുത്ത് മത്തരാക്കിയതിന് ശേഷം അവരുടെ നഗ്നതയെ കണ്ട് ആസ്വദിക്കുന്ന ഒരു കാര്യം. വൈൻ ഹാസ് ഡിസീവ്ഡ് ബാബിലോൺ ആൻഡ് ബാബിലോൺ നൗ യൂസസ് വൈൻ ടു ഡിസീവ് ആൻഡ് ഹ്യൂമിലിയേറ്റ് അതേഴ്സ്. വീഞ്ഞ് ബാബിലോണിനെ മയക്കി കിടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ശേഷം ബാബിലോൺ വീഞ്ഞുപയോഗിച്ച് മറ്റുള്ളവരെ ചതിക്കുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദിസ് ഇസ് സംവാട്ട് സിമിലർ ടു വാട്ട് നോവാസ് സൺ ഹാം ഡിഡ് ടു നോവ. ഉൽപ്പത്തി പുസ്തകം 9ാമത്തെ അധ്യായത്തിൽ നോഹയുടെ പുത്രനായ ഹാം നോഹയോട് ചെയ്ത കാര്യത്തിനോട് സമമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. Oh, there Noah got drunk and Ham enjoyed watching the nakedness of his father. ഇവിടെ ബാബിലോണിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? മറ്റുള്ളവരെ വീഞ്ഞു കുടിച്ച് അവരെ മയക്കി കിടത്തി അവരുടെ നഗ്നതയെ എൻജോയ് ചെയ്യുന്നു. God intentionally refers to the Genesis 9 incident where Canaan receives an irreversible curse for what Ham did. ഹാം ചെയ്തതിനുള്ള ശാപം അത് കനാന്റെ മേൽ വന്നു. അത് ഒരിക്കലും നീക്കി മാറ്റാൻ പറ്റാത്ത ഒരു ശാപമായിട്ട് തന്നെയാണ് ആയിത്തീർന്നതെങ്കിൽ അതേ കാര്യം തന്നെയാണ് ഇവിടെയും ബാബിലോണിന് ഉണ്ടാകാൻ പോകുന്നത്. The same treatment that Babylon gets when he enjoyed the nakedness of others, it comes on him. What is the retaliation? They will be filled with shame instead of what they thought as glory. അവർ മഹിമയായിട്ട് കണ്ട കാര്യം പിന്നീട് അവർക്ക് തന്നെ ലജ്ജയായി മാറും. The cup in verse 16, 16ാമത്തെ വാക്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അതോടൊപ്പം ഒരു പാനപാത്രത്തിൻ്റെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 16ാമത്തെ വാക്യം. യെസ്, യഹോവയുടെ വലം കൈയിൽ നിന്നുള്ള പാനപാത്രം അത് ദിവ്യ ശിക്ഷാവിധിയുടെ ഒരു ചിത്രമായിട്ടാണ് നമ്മളിവിടെ കാണേണ്ടത്.
അതാണ് ബാബിലോണിൻ്റെ മേലുള്ള അടുത്ത ശിക്ഷാവിധി. ഇനി നമുക്ക് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ 5-ാമത്തെ കാര്യം, ഈ അയ്യോ കഷ്ടപ്രയോഗം അവിടെ നമ്മൾ കാണുന്നുണ്ട്. 18 മുതൽ 20 ഉള്ള വാക്യങ്ങളൊന്ന് നോക്കാം. പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാക്ക് വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്ത് പ്രയോജനം ഉള്ളൂ? മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവന് അയ്യോ കഷ്ടം. അത് ഉപദേശിക്കുമോ? അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ശ്വാസം ഒട്ടുമില്ലല്ലോ. എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും അവരുടെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. Okay. We see vows pronounced on the one who expects life from something that is non-living and on the one who seeks guidance from it. അതായത് ജീവനില്ലാത്തൊരു കാര്യത്തിൽ നിന്നും ജീവൻ പ്രതീക്ഷിക്കുന്ന, അതിൽ നിന്നും ആലോചന കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് അയ്യോ കഷ്ടം എന്നുള്ള ഒരു ന്യായവിധിയാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ശിക്ഷാവിധി ഇവരുടെ മുകളിൽ വരുന്നത്? കാരണം ഒരു വിഗ്രഹത്തിന് ഒരു മൂല്യമില്ല. അത് ഒരു ശില്പിയാൽ ഉണ്ടായ ഒരു കാര്യമാണ്. ഇറ്റ് ഹാസ് നോ വാല്യൂ ആൻഡ് ഇറ്റ് ഇസ് ക്രാഫ്റ്റഡ് ബൈ എ ക്രാഫ്റ്റ്സ്മാൻ. ഇറ്റ് ഈസ് എൻ ഇമേജ് ദാറ്റ് ടീച്ചസ് ലൈസ്. ഭോഷ്ക്ക് പഠിപ്പിക്കുന്ന ഒരു രൂപമാണിത്. ഇതൊരു വിരോധാഭാസമാണ്, എന്നാൽ അതിലൊരു സത്യവുമുണ്ട്. ദിസ് ഇസ് എൻ ഐറണി ആൻഡ് ഇറ്റ് ഇസ് റിയൽ. എ നോൺ ലിവിങ് ഇമേജ് ടീച്ചസ് ലൈസ്. ജീവനില്ലാത്ത ഒരു വിഗ്രഹം ഭോഷ്കിനെ പഠിപ്പിക്കുന്നു. ഇറ്റ് കാൺ ടോക്ക് ബട്ട് ഇറ്റ് ടീച്ചസ് ലൈസ്. സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ അത് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് വാട്ട് ദേ ഡു ഇസ് എ വയലേഷൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് കമാൻഡ്മെൻറ്റ്. 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പനയുടെ ലംഘനമാണ് നമ്മളിവിടെ കാണുന്നത്. സംസാരിക്കാൻ പറ്റാത്ത എന്നാൽ ഭോഷ്ക്ക് പഠിപ്പിക്കുന്ന വിഗ്രഹങ്ങളെ ഒരു വ്യക്തി ഉണ്ടാക്കുന്നു. A lifeless idol that has no breath in it is expected to be alive. This shows the futility of the idols that Babylon trusted. ബാബിലോൺ വിശ്വസിച്ച് പോരുന്ന ഈ വിഗ്രഹങ്ങളുടെ വ്യർത്ഥതയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് വ്യർത്ഥമാക്കുന്നത്? 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, ഭൂമിയിലുള്ള എല്ലാവരും അവൻ്റെ മുമ്പാകെ നിശബ്ദത പാലിക്കണം. So the Lord is in his holy temple. What is the implication of the statement that God makes? യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ടെന്നുള്ള ഈ പ്രസ്താവനയിൽ എന്ത് പ്രാധാന്യമാണുള്ളത്? യാഹ്വേ ഈസ് അലൈവ്, ഗിവിംഗ് ഗൈഡൻസ്, ടീച്ചിങ് ട്രൂത്ത്, സ്പീക്കിംഗ്, ഗിവർ ഓഫ് ബ്രെത്ത്. യഹോവയായ ദൈവം ജീവനുള്ളവനും ആലോചന കൊടുക്കുന്നവനും സത്യം പഠിപ്പിക്കുന്നവനും സംസാരിക്കുന്നവനും ശ്വാസം കൊടുക്കുന്നവനുമാണ്. Yahweh, the great I am, is self-existing, eternal. Okay? He is the eternal God dwelling in his holy temple. യഹോവയെ ദൈവം അവനിൽ തന്നെ ജീവനുള്ളവനാണ്, അവൻ നിത്യനാണ്, അവൻ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ വസിക്കുന്നു. ആൻഡ് ഹോളിനെസ് is a wonderful characteristic of this God. ജാതികളുടെ ദേവന്മാരെ പോലല്ല ഈ യഹോവ പരിശുദ്ധനാണ്. That's what separates him from everything else. So let's look at the contrast between Yahweh and the gods of the Babylonians. യഹോവയെ ദൈവം ബാബിലോണിലെ വിഗ്രഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. യാഹ്വേ ഈസ് സെൽഫ് എക്സിസ്റ്റിംഗ് ആൻഡ് അലൈവ്. യഹോവ ജീവിക്കുന്നു, ജീവനുള്ളവനാണ്. ബാബിലോണിലെ ദേവന്മാർ മനുഷ്യനിർമ്മിതമാണ്. 2, യാഹ്വേ ഈസ് ദി ഒറിജിൻ ഓഫ് ലൈഫ്. ജീവൻ്റെ ഉറവിടമാണ് യഹോവ. The gods of Babylon have no life. അവർക്ക് ജീവനില്ല. 3-ാമതായിട്ട് യഹോവയുടെ സ്വഭാവം വിശുദ്ധമാണ്. മറ്റിടത്ത് ഭോഷ്ക്ക് പഠിപ്പിക്കുന്നവരാണ്. It teaches lies. 4th, God speaks and demands silence from the earth when he issues royal decrees. രാജകീയമായ ഒരു ഉത്തരവ് യഹോവ പുറപ്പെടുവിക്കുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും മിണ്ടാതിരുന്നോണം. പക്ഷേ ഈ ദൈവങ്ങൾ സംസാരിക്കത്തുമില്ല, സംസാരിക്കാൻ കഴിയത്തുമില്ല. 5-ാമതായിട്ട് യഹോവ ആലോചന കൊടുക്കുന്നു. ഹി ഗിവ്സ് ഗൈഡൻസ്. ദ ഗോഡ്സ് ഓഫ് ബാബിലോൺ മിസ്ഗൈഡ്സ്. ബാബിലോണിലെ ദേവീദേവന്മാർ വഴി തെറ്റിക്കുന്നു. These are the differences. So the retaliation for that, by creating idols and trying to find their existence apart from the true and living God, God has handed them over to the deception that these images bring to.
ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ ത്യജിച്ച് ഇവരുടെ വ്യക്തിത്വം ഈ വിഗ്രഹങ്ങളിൽ കണ്ടെത്തുകയും സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഉള്ളിലുള്ള എല്ലാ ചതിയിലേക്ക് ദൈവം അവരെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. Now let's see the lessons and applications coming out from this section. Number 1, when one is not in a relationship with the true and living God and has substituted man-made idols, what happens? ഒരു വ്യക്തി ദൈവത്തോട് യഥാർത്ഥമായിട്ട് ഇല്ലാതിരിക്കെ അവിടെ ദൈവത്തിന് പകരം മനുഷ്യനിർമ്മിതമായിട്ടുള്ള വിഗ്രഹങ്ങളെ അവിടെ ആക്കി വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? These man-made images, which have no life in it, which cannot speak, which perpetrates lies that deceive those who trust in it. ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ വിഗ്രഹങ്ങൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ സംസാരിക്കാത്ത, ജീവനില്ലാത്ത ഈ വിഗ്രഹങ്ങൾ ഭോഷ്കിനെ പ്രസംഗിക്കുകയും അതിലൂടെ ജനങ്ങളെ ചതിയിൽ ഏർപ്പെടുത്തുന്നു. ഇറ്റ് ഗിവ്സ് എ ഫാൾസ് സെൻസ് ഓഫ് അഷ്വറൻസ് ആൻഡ് സെക്യൂരിറ്റി that makes a deception in the minds of those who trust in it. ഈ മിഥ്യാമൂർത്തികളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിൽ ഒരു തെറ്റായിട്ടുള്ളൊരു സുരക്ഷാബോധം അവർക്ക് കൊടുക്കുകയും അതിലൂടെ ചതി അവർക്ക് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ദിസ് എക്സോർട്ടേഷൻ ഈസ് ഫോർ ദോസ് ടു ഫോളോ ഗാഡ്, ദ ട്രൂ ഗാഡ്. ഈ ഒരു പ്രബോധനം നമുക്കും നൽകപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പിന്നാലെ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. വി ഹാവ് ടു ഫോളോ ദ ട്രൂ ആൻഡ് ലിവിങ് ഗോഡ്. വൈ ഷുഡ് വി ഫോളോ ദ ട്രൂ ആൻഡ് ലിവിങ് ഗോഡ്? ഞാൻ ചില ക്യാരക്ടറിസ്റ്റിക്സ്, യഹോവയെ പറ്റിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് യഹോവയെ പിൻപറ്റുവാനുള്ള നമ്മളുടെ കാരണങ്ങൾ. രണ്ടാമതായിട്ട്, എവറിത്തിങ് വാട്ട് ബാബിലോൺ ഡിഡ് ടു അതേഴ്സ് was because of a delusion they were in, just like the mind is delusioned by the intoxication that wine brings. വീഞ്ഞ് കുടിച്ച് മത്തരാകുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ജനങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് ബാബിലോൺ. അവർ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ജീവിച്ചപ്പോൾ അവർ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എതിരെ ചെയ്തു. So what happens when we have a false view or a puffed up view about ourselves? നമ്മളെപ്പറ്റി ശരിയല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഊതിപ്പെരുപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ആണ് എന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമുക്കെന്താ സംഭവിക്കുക? തെറ്റായിട്ടുള്ളൊരു ഒരു അഭിപ്രായത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു തെറ്റായിട്ടുള്ളൊരു അഭിപ്രായത്തിന് പുറകെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആരോ ആണ്, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി സത്യമല്ലാത്തൊരു കാര്യം അത് വിശ്വസിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? We start doing things that are offensive to God, we start doing things that are harmful to others, and we start doing things that are unnecessary. ദൈവത്തിന് ഇടർച്ചയാകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തുടങ്ങും. നമ്മൾ എന്തോ ആണ്, നമ്മൾ ആ കാര്യം അല്ലാതായിരിക്കെ നമ്മൾ എന്തോ ആണെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. We do acts that are a blatant rebellion to God. ദൈവത്തോട് തുറന്നഴിച്ച ഒരു മറുതലിപ്പിൻ്റെ സമമായിട്ട് തന്നെയാണ് നമ്മളുടെ ക്രിയകളെല്ലാം ആയിത്തീരുന്നത്. We try to compete with God because we think too highly about ourselves. നമുക്ക് നമ്മളെപ്പറ്റി വലിയ അഭിപ്രായം ആയതുകൊണ്ട് ദൈവത്തോടൊപ്പം തന്നെയാണ് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. Nebuchadnezzar had the same problem until he was removed from his throne for 7 years. നെബൂഖദ്നേസറിനും ഇതേ പ്രശ്നം തന്നെയായിരുന്നു. താൻ വെറും ഒരു മനുഷ്യനാണെന്നുള്ളത് മറന്നുകൊണ്ട് ഞാനാണ് ഇതിൻ്റെ എല്ലാം മേധാവി, ഞാനാണിതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള ചിന്ത വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആ സിംഹാസനത്തിൽ നിന്ന് 7 വർഷത്തേക്ക് മാറ്റി. He was removed for 7 years and then Nebuchadnezzar acknowledged that God was greater than what his throne offered. തൻ്റെ സിംഹാസനം കൊടുക്കുന്ന പദവിയേക്കാൾ കൂടുതൽ പ്രാധാന്യം യഹോവയെ ദൈവത്തിനുണ്ടെന്നുള്ളത് ആ 7 വർഷം കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസറിന് മനസ്സിലായി. We know of people who are rich and because of it they desire power and authority in churches. ചില വ്യക്തികൾ പണക്കാരാണെന്നുള്ളത് നമുക്കറിയാം. ആ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിൽ അധികാരവും പദവിയും അന്വേഷിക്കുന്നവരെ നമുക്ക് അറിയാം. We know of people like that. And they don't care whether they are really called for such responsibilities.
ദൈവം അവരെ ഇത്തരം ഉത്തരവാദിത്തങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി അവർക്ക് യാതൊരു ചിന്തയുമില്ല, അതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. പക്ഷേ അവർക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് അവർ ഈ പദവികളുടെ പുറകെ പോകുന്നത്. They manipulate others into getting power and attention because their money and riches have given them an unreal, false view about themselves. അവരെ പറ്റി യഥാർത്ഥമല്ലാത്ത ഒരു ധാരണ, തെറ്റായൊരു ധാരണ അവർക്ക് വന്നത് അവരുടെ കയ്യിലുള്ള അമിതമായിട്ടുള്ള പണം നിമിത്തമാണ്. അതുകൊണ്ട് അവരുടെ പണം ഉപയോഗിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത്, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അധികാരവും പദവിയും അവരുടെ കൈപ്പിടിക്കുള്ളിൽ കൊണ്ടുവരുവാൻ അവരെല്ലാം ശ്രമിക്കുന്നു. As an application, we need to understand God's place and the futility of what we are placing our trust on. ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയുവാനും നമ്മൾ എന്തിലൊക്കെയാണ് നമ്മളുടെ ആശ്രയത്തെ കണ്ടെത്തുന്നത്, അതിൻ്റെ വ്യർത്ഥതയും മനസ്സിലാക്കുവാൻ നമുക്കൊരു ആവശ്യകതയുണ്ട്. God is able to remove and destroy whatever we are trying to build our identity. നമ്മൾ എന്തിലാണ് നമ്മളുടെ ആശ്രയത്തെ, നമ്മളുടെ വ്യക്തിത്വത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, അതെല്ലാം നീക്കി മാറ്റുവാനും നശിപ്പിക്കുവാനും ദൈവത്തിന് എല്ലാ അധികാരവും ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ പണത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കണം, ഈ പണം ഇല്ലാതാകുവാൻ അധികം ദിവസങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അതെല്ലാം ഇല്ലാതാവും. കാശ് കയ്യിൽ നിന്ന് പോകാനാണോ ഇത്രയും ബുദ്ധിമുട്ട്? അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. വി നീഡ് ടു ബി സോബർ, കീപ്പിംഗ് അവർ ഗാർഡ് അഗൈൻസ്റ്റ് ബീങ് ഡിസീവ്ഡ് ആൻഡ് ഡില്യൂഡഡ് ബൈ എ ഫോൾസ് അഷുറൻസ് ദാറ്റ് തിങ്സ് കുഡ് ഗിവ് us. നമ്മൾ സുബോധത്തോടെ വേണം ജീവിക്കാൻ. ഈ കാര്യങ്ങളിൽ ചതിക്കപ്പെടാതെ, തെറ്റിദ്ധാരണകളുടെ പുറത്ത് ജീവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സുബോധം നമുക്കുണ്ടാവണം. Repent if we have done things that God never intended us to do because we got carried away by things that we find our identity in or what deceives us. ആകാത്ത കാര്യങ്ങൾ ഇതുപോലുള്ള ചിന്ത നിമിത്തം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തോ ആണെന്നും കരുതി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവം എന്നെപ്പറ്റി ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. ഓർ എൽസ് വി വിൽ ഹാവ് ടു പേ എ സിവിയർ പ്രൈസ് ലൈക്ക് വാട്ട് ഉസിയ ഡിഡ്. ഉസിയാവിന് ദൈവം ഒരുപാട് സക്സസ് യുദ്ധ മേഖലകളിൽ കൊടുത്തു. ആ സക്സസിൻ്റെ അടിസ്ഥാനത്തിൽ താൻ നേരിട്ട് ദേവാലയത്തിലേക്ക് കയറി ചെന്നു. പക്ഷേ ദേവാലയത്തിലെ ശുശ്രൂഷ ദൈവം യഹൂദയിലെ രാജാക്കന്മാർക്കല്ല കൊടുത്തിരുന്നത്. അതിന് ദൈവം വേറെ കൂട്ടരെ നിയമിച്ചു. പുരോഹിതർ തന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ വകവയ്ക്കാതെ താനങ്ങ് കയറിപ്പോയി. പിന്നീട് എന്താ സംഭവിച്ചത്? ധൂപകലശം തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കെ തൻ്റെ തലയിൽ കുഷ്ഠം വന്നു എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നു. തന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്തൊരു ശുശ്രൂഷ വേറെ ദൈവം കൊടുത്ത സക്സസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബേസിസിൽ ഏൽപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോയപ്പോൾ ഇതാണ് പരിണിതഫലം. അതാണ് നമ്മളും ഇന്നും ഓർക്കേണ്ടത്. പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാനോ ചിന്തിക്കാനുള്ള ലൈസൻസ് നമുക്കില്ല. എന്തും ആയിക്കൊള്ളട്ടെ, പണം മാത്രമല്ല, എന്തും ആയിക്കൊള്ളട്ടെ, ഒരു കഴിവായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ എല്ലായ്പ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട്, വാട്ട് വി ഡു ടു അതേഴ്സ് വിൽ കം ബാക്ക് ടു അസ്. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് അത് തിരികെ നമ്മളുടെ അടുത്ത് തന്നെ വരും. This theme found in Judah's punishment is also found in Babylon's case. യഹൂദയിലെ ആൾക്കാർ മറ്റുള്ളവരോട് സാഹസം ചെയ്യുമ്പോൾ ആ സാഹസം അവരുടെ മേൽ ബാബിലോണിലൂടെ അവർക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ബാബിലോൺ ചെയ്യുന്ന സാഹസത്തിന് വേറെ എവിടുന്നോ ഒരു ശിക്ഷാവിധി അവർക്ക് മേൽ വരുന്നുണ്ട്. The fact that there is a retaliation for every violence, harm, bloodshed to Babylon speaks of how God's retributive justice still prevails. ബാബിലോണിൻ്റെ എല്ലാ സാഹസത്തിനും രക്തച്ചൊരിച്ചിലിനും ഒക്കെ ദൈവം പകരം കൊടുക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തെളിവാണ്. God sees every violence done and repays everything. എല്ലാ സാഹസവും അത് ആരും ആയിക്കൊള്ളട്ടെ,
ആ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം അതിനുള്ള ശിക്ഷാവിധി കൊടുത്തിരിക്കും. The tears of those who are wronged are seen by God. തെറ്റ് ചെയ്യപ്പെട്ടവരുടെ കണ്ണുനീരിനെ കാണുന്നവനാണ് നമ്മുടെ ദൈവം. എന്നോടൊരാൾ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എന്നോടൊരാൾ ഒരു സീരിയസ് തെറ്റ് ചെയ്യുമ്പോൾ ആ കണ്ണുനീര്, എൻ്റെ മനസ്സിൽ വരുന്ന ആ വേദനയും കണ്ണുനീരും, അതിൻ്റെ പ്രതികാരം ദൈവം തന്നെ ആ വ്യക്തിയോട് ചെയ്യും. അത് ആരുടെയും കഥ അത് തന്നെയാണ്. എന്നെ മാത്രമല്ല, തെറ്റ് ചെയ്യപ്പെടുന്നവരുടെ എല്ലാവരുടെയും സ്റ്റോറി ഇത് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നാലാമതായിട്ട്, the retributive justice to Babylon tells us that God, in whose possession the whole earth comes, is equally just when he is dealing with people everywhere. ദൈവം ഒരു വ്യക്തിയോട്, ഒരു കൂട്ടത്തോട് മാത്രമല്ല തൻ്റെ ന്യായവിധി കാണിക്കുന്നത്. എല്ലാവരോടും ഒരുപോലുള്ള ന്യായവിധിയാണ് താൻ കാണിക്കുന്നത്. കാരണം ഭൂമി മുഴുവനും യഹോവയുടെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷതകളും എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് ദൈവം കാണിക്കുന്നത്. ഈ കമാൻഡ് സൈലൻസ് ഫ്രം ഓൾ ഓഫ് ദി എർത്ത് ബിക്കോസ് ഹി ഈസ് കിങ്. താൻ രാജാവായിരിക്കുന്നതുകൊണ്ട് തൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുവാനാണ് നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുള്ളത്. അഞ്ചാമതായിട്ട്, വാട്ട് എവർ ഇസ് അച്ചീവ്ഡ് ത്രൂ അൺഗോഡ്ലി ഓർ ഇല്ലീഗൽ മീൻസ് ഇസ് കമ്പസ്റ്റബിൾ ബിക്കോസ് അൾട്ടിമേറ്റ്ലി വാട്ട് ഷുഡ് ഫിൽ ദി എർത്ത് ഇസ് ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അവിഹിതമായിട്ടുള്ളതോ അഭക്തിയുടെ മാർഗത്തിലോ സമ്പാദിച്ച് കൂട്ടിയ എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കത്തിച്ചാമ്പലായി പോകും. കാരണം ഈ ഭൂമി ഇത് ദൈവത്തിൻ്റെ ആണെങ്കിൽ ഇത് നിറയപ്പെടേണ്ടത് ദൈവത്തിൻ്റെ മഹിമയുടെ അറിവിലാണ്. പീപ്പിൾസ് കോൺക്വസ്റ്റ്സ് ഓഫ് നേഷൻസ് ആർ എയിംഡ് അറ്റ് ഇൻക്രീസിങ് ദെയർ ഓൺ ഗ്ലോറി. സാമ്രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും എല്ലാം ഉദ്ദേശം മറ്റ് രാജ്യങ്ങളെ അവരുടെ കൈവശത്തിലാക്കുക. അത് അവരുടെ തന്നെ മഹിമയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മഹിമയെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കുവാനാണ് അവരുടെ ശ്രമം. When they are trying to do that, they are trying to grab the glory that belongs to the King of the entire universe. God, who doesn't allow His glory to be shared, communicates the fact that He created the earth for His glory to fill the earth. തൻ്റെ മഹിമയെ മറ്റുള്ളവർക്ക് പങ്കിടാൻ ആഗ്രഹിക്കാത്ത ദൈവം ഇവിടെ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഇവരോട് പറയുന്നത്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത് തൻ്റെ മഹിമ നിറയപ്പെടാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ്, മനുഷ്യരുടെ സക്സസ് സ്റ്റോറീസ്, അതെല്ലാം ദൈവത്തിന് മുമ്പാകെ വ്യർത്ഥമാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. സോ ദിസ് ലെസൺ നീഡ്സ് ടു ഇൻഫ്ലുവൻസ് ദ വേ വി ലുക്ക് അറ്റ് വാട്ട് വി പോസസ് ഓൺ ദി എർത്ത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഭൗമികമായിട്ടുള്ളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ മഹിമയാണ് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതും എന്നുള്ളതും ഈ വസ്തുത നിലനിൽക്കെ ഇത് നമ്മളുടെ സമ്പത്തുകളെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യത്തിൽ ഇത് നമ്മളെ സ്വാധീനിക്കണം. When we see that all what we have is perishable and what remains is God's glory, we only have one course of action. We use what we possess for the furtherance of God's glory. ഈ ഭൂമിയിലുള്ള എല്ലാ സ്വത്തുക്കളും നശിക്കുകയും ദൈവത്തിൻ്റെ മഹിമ മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നുള്ള സത്യം നമ്മളുടെ മുമ്പാകെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ദൈവത്തിൻ്റെ മഹിമയ്ക്കായിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ബിക്കോസ് ദാറ്റ് അലോൺ സ്റ്റേസ് ഫോർ എവർ. വാട്ട് എവർ അൺഗോഡ്ലി പൊസിഷൻസ് വി ഹാവ് ആർ ഗോയിങ് ടു ബി ഡിസ്ട്രോയിഡ് ബിക്കോസ് ഗോഡ് കനോട്ട് ടോളറേറ്റ് അൺഹോളി ആക്ടിവിറ്റി. അനീതിയാൽ സമ്പാദിച്ച എല്ലാ സമ്പത്തുകളും അത് നശിക്കുക തന്നെ ചെയ്യും, കയ്യിൽ നിന്ന് പോകും. അതെന്തുകൊണ്ടാണ്? ദൈവം ഒരിക്കലും അനീതിയെ വെച്ച് പൊറിപ്പിക്കുന്നവനല്ല. ഇനി ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. God has decided to deal with the sins of Judah and He has a clear course of action regarding the justice against Babylon. യഹൂദയുടെ പാപത്തെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളതിനെ പറ്റി ദൈവം പറഞ്ഞു. ബാബിലോണിൻ്റെ വിഷയത്തിലും വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി ദൈവത്തിനുണ്ട്. He is in complete control of all situations, even though Babylon is doing things at Habakkuk's time according to its whims and fancies. ഹബക്കുക്കിൻ്റെ കാലഘട്ടത്ത് ബാബിലോൺ തൻ്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ചെയ്യുന്നത്. അതെല്ലാം നടക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇതിലെല്ലാം ദൈവം സർവാധികാരിയാണ്.
ഓക്കെ, അവർ ക്രൂരത കാണിക്കുന്നുണ്ട്, അതിൽ ദൈവത്തിന് സർവാധികാരമുണ്ട്. എല്ലാവരുടെയും പണം അപഹരിക്കുന്നുണ്ട്, അതിൽ ദൈവത്തിന് സർവാധികാരമുണ്ട്. ഇത് മാറ്റിക്കൊണ്ടുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട. ഇതാണ് നമുക്കും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് തന്നെ ഹാനികരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നേക്കാം. അവിടെയും എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ സർവാധികാരം, ഗോഡ് സോവറിറ്റി. Habakkuk is required to live by faith in the justice and sovereignty of God, because God was doing His justice as His divine laws are being violated. ഹബക്കൂക്ക് എപ്രകാരമാണ് ജീവിക്കേണ്ടത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ പുസ്തകത്തിൽ തന്നെ. The righteous shall live by faith. He must live by faith in the justice and sovereignty of God. ദൈവത്തിൻ്റെ ന്യായവിധിയിലും സർവാധികാരത്തിലും വിശ്വാസം അർപ്പിച്ച് ഹബക്കൂക്ക് ജീവിക്കണം. കാരണം എന്താ? തൻ്റെ ദിവ്യ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെടുമ്പോൾ ദൈവം തൻ്റെ ന്യായവിധിയെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. He punishes Judah with an even more wicked Babylon. യഹൂദയുടെ ശിക്ഷ നടപ്പിലാക്കുവാൻ അതിലും മോശപ്പെട്ട ബാബിലോണിനെ ദൈവം ഉപയോഗിക്കുന്നു. At the same time, God is going to take care of their sins and punish them as well. അവരെയും ദൈവം ശിക്ഷിക്കും. അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ ദൈവം അനുവദിക്കുവാണെങ്കിൽ ഹബക്കൂക്കിൻ്റെ 3-ാമത്തെ അധ്യായം നമ്മളുടെ ഹബക്കൂക്കിൻ്റെ സീരീസിലെ 5-ാമത്തെയും അവസാനത്തെയും ഭാഗമായിരിക്കും. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഇത് പല ആവർത്തി വായിച്ചിട്ട് വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.